ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖം തന്നെ കേട്ടോ. ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ വൈകിട്ടുള്ള വീഡിയോ ആണ് ഇത്. ഇന്നലെ വൈകിട്ട് ചായയൊക്കെ കുടിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കലത്തെ ലഞ്ചെല്ലാം കഴിഞ്ഞ് വൈകിട്ട് ചായയൊക്കെ കുടിച്ചൊരു സ്നാക്സൊക്കെ ഉണ്ടാക്കി, ഉള്ളിവട അതൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഇതാ പറമ്പിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. പറമ്പിലൊക്കെ ഇറങ്ങി നിന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. ജാതിക്കാണ് കേട്ടോ ഉണ്ടായി നിൽക്കുന്നത്. ഇതിപ്പോൾ 2-3 ദിവസം കൂടുമ്പോൾ ജാതി മരത്തിൻ്റെ കടക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ദിവസം 2-3 ദിവസം എത്തുമ്പോഴൊക്കെ ഇങ്ങനെ പറമ്പ് നനയ്ക്കാറുണ്ട്. അതുപോലെ ഇപ്പോൾ കുരുമുളകിൻ്റെ സീസണല്ലേ, അപ്പോൾ ദിവസം കുറച്ച് കുരുമുളകൊക്കെ പൊട്ടിച്ചെടുക്കും കേട്ടോ. ഇപ്പോൾ 2-3 ദിവസം മുമ്പിലത്തെ വീഡിയോ ആണ്, ചെയ്ത ജോലിയാണ് ഇപ്പോൾ കാണുന്നത്. കുരുമുളകൊക്കെ പൊട്ടിച്ചു ഞാൻ. താഴെ നിന്ന് പൊട്ടിക്കാവുന്നതൊക്കെ പൊട്ടിച്ചു. അത് കഴിഞ്ഞൊരു തോട്ടി കൊണ്ട് ഒക്കെ വലിച്ച് പൊട്ടിച്ചു കേട്ടോ. അതൊക്കെ താഴെ നിന്നൊക്കെ പറക്കിയെടുത്തു കൊണ്ടുപോയി അതൊക്കെ ഉണക്കി വെച്ചതാണ് നിങ്ങൾ കണ്ടത്. അതിനു മുമ്പ് പൊട്ടിച്ചതൊക്കെ ഇലയൊക്കെ വാടി കിടക്കണ കണ്ടോ. അതിനുശേഷം മുകളിൽ കുറച്ചുണ്ടായിരുന്നു, തോട്ടി കൊണ്ടും കൂടി എത്താത്തതുണ്ടായിരുന്നു. അത് ഇങ്ങനെ ഓരോന്നും വീണുണ്ടായിരുന്നു. അതിങ്ങനെ പറക്കിയെടുക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇതൊക്കെ ഞാൻ ഇങ്ങനെ തോട്ടി കൊണ്ട് കൈ കൊണ്ട് എത്താവുന്നതൊക്കെ കൈ കൊണ്ട് പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് ആ തോട്ടി കൊണ്ടൊക്കെ വലിച്ച് പൊട്ടിച്ചു കേട്ടോ. ഇനിയിപ്പോൾ അത് പൊട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല, മഴ പെയ്യുമ്പോൾ വീണ്ടും അതുമ്മേ ഉണ്ടാവും. കുറേ മുകളിൽ നിൽക്കുന്നുണ്ട്. അതങ്ങനെ അതുമ്മന്ന് ഓരോന്ന് വീണ്ടും വീണതാണ്. ഞാനിതൊക്കെ ഓരോന്ന് പറക്കിയെടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ കുരുമുളക് അടക്കയർത്തമ്മ ഉണ്ടായിരുന്നു. അതിൻ്റെ ചൂലെടുത്ത് അതിൻ്റെ ചവറൊക്കെ അടിച്ച് കളയണം കേട്ടോ. താഴെ വീണ് പറക്കിയെടുക്കാൻ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് ചൂലുകൊണ്ട് അടിച്ച് കളയണം കേട്ടോ, അതിൻ്റെ കടക്കുള്ള ചവറും പട്ടയൊക്കെ. കുരുമുളകിന് ഇപ്പോൾ ഒരുവിധം നല്ല വിലയൊക്കെ ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് ഓരോന്ന് വീണ് കിടക്കുന്നുണ്ട് അതിൻ്റെ കടക്കൊക്കെ. അപ്പോൾ അതൊക്കെ അങ്ങനെ പറക്കിയെടുക്കുകയാണ്. ചവറൊക്കെ നമുക്കിനി ചേനയ്ക്കോ ചേമ്പിനോ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കടക്കയിലേക്കൊക്കെ ഉള്ളതൊക്കെ ഞാനിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അതാ കുരുമുളക് കൈ കൊണ്ട് എത്താവുന്നതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ്. കുരുമുളകൊക്കെ മൂക്കാൻ തുടങ്ങി. ഇതൊക്കെ നമ്മൾ തന്നെ വച്ചുണ്ടാക്കിയതാണ് കേട്ടോ. നമ്മൾ തന്നെ വച്ചുണ്ടാക്കി നമ്മളൊക്കെ തന്നെ പൊട്ടിച്ച് നമ്മളതിൽ നിന്ന് 10 രൂപ നമുക്ക് ഇൻകം കിട്ടുമ്പോൾ എന്ത് സന്തോഷമല്ലേ. ഇതൊക്കെ ഞാൻ തന്നെ വെച്ച് പിടിച്ചതാണ് കേട്ടോ. മാമൻ്റെ വീട്ടിൽ നിന്ന് ഇതിൻ്റെ തണ്ടൊക്കെ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ച് കുറേ വർഷങ്ങളായി കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയതാണ് കുരുമുളക്. എല്ലാ വർഷവും ഞാനിതുപോലെ പൊട്ടിച്ച് കൊടുക്കും. എന്ത് രസമല്ലേ നമ്മൾ വെച്ചുണ്ടാക്കി കുരുമുളക് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ. നല്ല സന്തോഷം മനസ്സിന്. ഇടയ്ക്ക് ഇങ്ങനെ നനച്ചും കൊടുക്കും കേട്ടോ. വേനൽക്കാലത്ത് നല്ല ചൂട് സമയത്തൊക്കെ ഇങ്ങനെ നനച്ചും കൊടുക്കും. ഇതിന് വലിയ വളമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ കുരുമുളക് തന്നെ പടർന്ന് തന്നെത്താനെ ഉണ്ടാവുന്നതാണ്. കൈ കൊണ്ട് എത്താവുന്നിടത്തൊക്കെ ഒന്ന് ഞാൻ കൈ കൊണ്ട് എത്തിച്ച് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതാ അടുത്ത വേറെ ഒരു അടക്കയരത്തിൻ്റെ കടക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമേലത്തെയും പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെയും ചവറൊക്കെ അടിച്ച് കളയാണ് കേട്ടോ. കടയ്ക്ക് ഓരോന്ന് വീണ് കിടക്കുന്നുണ്ട്. അതൊക്കെ അങ്ങനെ പെറുക്കിയെടുക്കുകയാണ്. വീണ്ടും അതിൻ്റെയും ചവറൊക്കെ അടിച്ച് വീണ്ടും അതുമൊന്ന് പൊട്ടിക്കാൻ നോക്കുകയാണ്. ചവറൊക്കെ അടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വീഴുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പെറുക്കിയെടുക്കാമല്ലോ. ചവറിൻ്റെ ഇടയിലൊന്നും പെടില്ലല്ലോ, അല്ലെങ്കിൽ പിന്നെ അത് കിട്ടില്ല. നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് ഇങ്ങനെ മുഷിയണ്ടല്ലോ. അപ്പം നമുക്കിങ്ങനെ ഒരു ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല സന്തോഷം, നല്ലൊരു എക്സർസൈസ്, 10 രൂപയുടെ വരുമാനം നമുക്ക് കിട്ടും. എന്തെല്ലാം കാര്യങ്ങളായതുകൊണ്ടുള്ളത്.
അതിൻ്റെ ചവറൊക്കെ ഒരു ഇത് ഞാൻ അടിച്ച് കളഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത അടക്കയർത്തുമ്പോഴുള്ളതും അതും ഞാനിങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ്. ഇതാ അപ്പം നമുക്ക് കൈ കൊണ്ട് പൊട്ടിക്കാവുന്നതൊക്കെ നമുക്കിങ്ങനെ പൊട്ടിച്ചെടുക്കാം. എല്ലാ വർഷവും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഇതിനു മുമ്പ് ഞാൻ കുരുമുളകിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പൊട്ടിക്കുന്നതും കുരുമുളക് ചവിട്ടുന്നതും എല്ലാം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ കാര്യമായിട്ടുള്ളതൊന്നും ഞാൻ കാണിക്കണില്ല. അതാണ്ട് മുകളിലേക്കൊക്കെ ഇങ്ങനെ കുരുമുളക് ഉണ്ടായിട്ടുണ്ട്. മുകളിലേക്കൊന്നും ഇങ്ങനെ കൈ കൊണ്ട് എത്തില്ല കേട്ടോ. കൈ കൊണ്ട് എത്താത്തത് ഞാൻ തോട്ടിയും അരിവാൾ വെച്ച് കെട്ടി ഇങ്ങനെ വലിച്ചിടുകയാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ പൊട്ടിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരാളെ നിർത്തി മുകളിൽ കയറി പൊട്ടിക്കണമെങ്കിൽ കുരുമുളകിൻ്റെ അതിനേക്കാൾ കൂടുതൽ കാശ് കൊടുക്കണം കൂലി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തവണ എന്ത് ചെയ്തു, ഒരു തോട്ടിയും അരിവാളൊക്കെ വെച്ച് കെട്ടി മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ വലിച്ചിടുകയാണ് കേട്ടോ. ഇതാ അപ്പം അങ്ങനെ വലിച്ചിട്ടാലും അത് മഴ പെയ്യുമ്പോൾ വീണ്ടും അത് പൊട്ടി ചനച്ച് അത് വീണ്ടും നമുക്ക് കുരുമുളക് അടുത്ത വർഷത്തേക്ക് വീണ്ടും ഉണ്ടാവും. വെറുതെ നമ്മൾ ആളെ നിർത്തി കൂലി കൊടുക്കാൻ കൊടുത്തിട്ട് എന്താ കാര്യം? അതിനുള്ളത് കുരുമുളക് കിട്ടില്ല. അപ്പോൾ നമുക്ക് കയ്യിലാവുന്നത് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതൊക്കെ നമ്മൾ തന്നെ ചെയ്യാണ്. അതെ, ഒക്കെ ഞാൻ അരിവാൾ തോട്ടി വെച്ചോട്ട് ഇങ്ങനെ വലിച്ചിടുകയാണ് കേട്ടോ. ഇതാ കുറേ അങ്ങനെ കിട്ടി. ഇതിനു മുമ്പ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ അതുപോലെ പൊട്ടിച്ച് ഒക്കെ ഉണക്കി വെച്ചതാണ് കേട്ടോ ഞാൻ കാണിച്ചത് നിങ്ങളെ വീഡിയോയിൽ കണ്ടത്. ഇതാ ഇതിപ്പോൾ ഇന്നലത്തെ പണിയാണ്. പറ്റാവുന്നതൊക്കെ ഞാനിങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. മാങ്ങയും ചക്കയൊക്കെ പൊട്ടിക്കുന്ന മാതിരിയാണ് കുരുമുളകും പൊട്ടിച്ചെടുക്കുന്നത്. ഇതാ കുറേയൊക്കെ ഞാനിങ്ങനെ പൊട്ടിച്ചിട്ടു കേട്ടോ. അപ്പോൾ കുറേശ്ശെ കുറച്ച് ദിവസം വന്ന് കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ പൊട്ടിച്ചെടുക്കും. നമുക്ക് കയ്യിലാവുന്നത് നമുക്ക് പറ്റാവുന്നതൊക്കെ നമ്മൾ ചെയ്യും. കോഴികളുണ്ട് കൂട്ടിന്. താഴെ വീണതൊക്കെ ഞാനിങ്ങനെ പെറുക്കിയെടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് കൊണ്ടുപോയി അത് കുരുമുളകിൻ്റെ ഇതൊക്കെ കടർത്തി മണി തന്നെയായി നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കണം. വെളുത്ത കുരുമുളക് കിട്ടാനായിട്ട് പഴുത്തതൊക്കെ മാറ്റി വയ്ക്കും. പഴുത്തതൊക്കെ ഞാൻ തിരിഞ്ഞെടുത്ത് അതൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തി അത് ഇങ്ങനെ തിരുമ്മി പിഴിഞ്ഞ് ഉണക്കിയെടുക്കും. അതാണ് നിങ്ങൾ നേരത്തെ ഞാൻ കാണിച്ചത്. ഇതിനു മുമ്പും ഞാൻ 2 കൊല്ലം മുമ്പും ഞാൻ അതുപോലെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കുരുമുളകിൻ്റെ വീഡിയോ. ഇതാ താഴെ വീണതൊക്കെ അങ്ങനെ പെറുക്കിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ്. അതിൻ്റെ കൊമ്പുമെന്നൊക്കെ ഞാൻ അങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.